എന്താ വല്ല ബോംബോ വല്ലതും ഉണ്ട് ഇതിനുള്ളില്? No. Thank you. Okay. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അല്ല, എന്താ സുഖമല്ലേ? നമുക്ക് ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവിടുത്തെ ഇതെന്താ ഉണ്ണി, ബിസ്ക്കറ്റ് ആണോ ഇത് ഈ സാധനം? അവിടുത്തെ ബിസ്ക്കറ്റ് പോലിരിക്കുന്ന ഒരു സ്വീറ്റ്സ് ആണത്. സ്വീറ്റ് അല്ല, ഒരു ബിസ്ക്കറ്റ് ഫൈവർ. അപ്പോൾ ഇത് ഒരു ചായ കുടിച്ച് നമ്മൾ ഇറക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ ഇതായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. വേറെ കഴിക്കാനുള്ള സമയമില്ല, എനിക്ക് പറ്റൂല. എല്ലാവരും രാവിലെ എണീച്ച് പണിജോലിക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ നോക്കിയോ, ഇല്ലെങ്കിൽ ഈ പണിയെടുക്കുന്ന പൈസ മൊത്തം വേറെ സ്ഥലത്ത് കൊണ്ടേ കൊണ്ടുവരും. എവിടെ ഞാൻ പറയണ്ടല്ലോ, എവിടെയും മര്യാദയ്ക്ക് ഫുഡൊക്കെ കഴിക്കില്ലായിരുന്നു കേട്ടോ. കാര്യം നിങ്ങൾ 200 റുപ്യൻ്റെ ചില്ലറ തുട്ട് കൊണ്ടിരുന്നു ഞാൻ കാണിച്ചു കേട്ടോ. ഓക്കെ, 100-ൻ്റെ 50-ൻ്റെ ഒരു 200-ൻ്റെ ഉണ്ട്. 1000 രൂപയുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു അഡ്രസ്സ് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ 2 പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ആ ഒരു 2 പേരെ ഹെൽപ്പ് ചെയ്താൽ പോകുന്ന 2 പേര് ഹെൽപ്പ് ചെയ്തു. അവർ നമുക്ക് Just It's order cancel. no. He's given me. Take it, no problem. Thank you. Okay. അവർ നമുക്ക് തന്നു. അതിന് ഞാൻ ഒരു തന്നു ഇവർക്ക് കൊടുത്തു. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അത് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് എപ്പോഴും ചെയ്യാം. അപ്പോൾ ലൈഫ് മടുക്കില്ല. അല്ല ഞാൻ വെറുത്ത് ചെയ്യേണ്ടി വരും. നമ്മൾ എന്ത് ജോലി ചെയ്യാൻ വെച്ചാൽ അതിന് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഉള്ള ജോലി ഹാപ്പി ആയിട്ട് ചെയ്യാം. ഞാൻ കുറച്ചായിട്ട് ഭയങ്കര ഹാപ്പി കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് പണീനിടയിൽ കിട്ടുന്ന, നമ്മുടെ ജോലീൻ്റെ ഇടയിൽ കിട്ടുന്ന ഓരോ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷത്തോടെ തരുന്ന സാധനങ്ങൾ കേട്ടോ. എനിക്ക് കിട്ടിയ സാധനം എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും കഴിക്കില്ല. ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് ഉണ്ണി, അപ്പോട്ടെ, ടുട്ടു എല്ലാവരും ഉണ്ട്. പിന്നെ ഓക്കെ, ഉമ്മാർക്കും മതിയാവുന്നില്ലല്ലോ ഈശ്വര. ബൈ ബൈ. ബോംബോ വല്ലതും ഉണ്ട് ഇതിനുള്ളില്? ഞാനോട് ചെയ്യോ? ഇതെന്താ? ഇതെവിടുന്നാ? എന്തൊക്കെ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്? ദൈവമേ, വല്ല ആകെ കൊടുക്കാനുള്ളതാണോ? പറ, സത്യം പറഞ്ഞോ. ഏതോ